34 വയസ്സായ സ്ത്രീയാണ്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. നാളിതുവരെയായിട്ടും എന്റെ ഭർത്താവ് എന്നോട് അല്പം സ്നേഹമായി ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല. എനിക്ക് ജീവിതം തന്നെ മടുത്തിരിക്കുന്നു. പലവട്ടം ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ട് മതി അതോടേക്ക് ഞാൻ എഴുതിക്കോ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ കത്ത് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഭർത്താവ് ഒരു ഭയങ്കരമായ ഈഗോവാദിയാണ് എന്നാണ്. എത്ര കാലം ഇത് എഴുത്തു തുടങ്ങിയിട്ട്? ഈഗോവാദിയാണ് എന്നാണ്. ഭാര്യയോടൊരൽപ്പം സ്നേഹത്തോടു കൂടി പെരുമാറുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ താൻ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നലാണ് അയാൾക്ക്. എന്താണ് കുന്തന്ന്? ഭാര്യയോടൊരൽപ്പം സ്നേഹത്തോടു കൂടി പെരുമാറുകയോ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ താൻ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നലാണ് അയാൾക്ക്. ഇത് എന്തത്ര മനസ്സിലാവാത്തതുള്ളത്? ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതം പറഞ്ഞിട്ടുള്ളതല്ല. സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നല്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ ഇനി ചേർക്കണത്? പറയുന്ന എഴുതിയ പോരെ. നിങ്ങൾ സ്നേഹസമ്പന്നയായ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും കാലം ആ മുരടനായ ഭർത്താവിനോടൊപ്പം ജീവിച്ചത് തന്നെ. പാവം സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരിക്കണത് എന്തിനാണ്? ഇനി ഭർത്താവിനോട് പറയേണ്ട ചില കാര്യങ്ങൾ. ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ അടിമയല്ല. എന്താണ്? ഭാര്യ ഭർത്താവിന്റെ അടിമയല്ലാന്ന്. ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും കരുതലും ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ മുരടനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാക്കിക്കും? അല്ല, മുരടനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അവരെങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിച്ചോളും. അതിന് നിനക്കെന്താണ്? നമ്മളിത് എഴുതിയാ പോരെ. എന്നാ എഴുത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, വേണ്ട, ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ ഭാര്യ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുടിച്ചിട്ടില്ല എന്ന് ചോദിക്കുക. ഇല്ല എന്നാണെങ്കിൽ അതിൽ നിന്നും ഒരൽപ്പം അവൾക്ക് കൊടുക്കുക. ഇതിലൊരു ഇത്തിരി മധുരട്ടാ നിനക്കെന്താ കുഴപ്പം? പഞ്ചസാര ഇല്ലേ? ഷുഗർ. വീട്ടിനകത്ത് പഞ്ചസാര ഇല്ലേ? ഷുഗറാന്ന് പറഞ്ഞു. എന്ത് ഷുഗർ? ഷുഗർ കുണ്ടാണ്. വിശ്വസ്തയോടെ ഡോക്ടർ സത്യശീലൻ. പഴുത്ത പഴല്ലേ? ഞാൻ പഴുത്ത പഴം കഴിച്ചെന്ന് നിനക്കറിയില്ലേ? പിന്നെ ഈ പച്ചപ്പഴം എന്റെ മുമ്പിൽ കൊണ്ടുവച്ചത് എന്തിനാ? കിട്ടിയില്ലെങ്കിൽ പച്ചപ്പഴം മുമ്പിൽ കൊണ്ടുവയ്ക്കാണോ? ഞാൻ പലരും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. അത് മതി എഴുതിയത്. ഞാൻ കവറിലിട്ടിട്ട് ആ വരിയൊക്കെ കഴിക്കും. വെള്ളം വേണോ? വെള്ളം മന്നാൻ ചേട്ടാ എന്തോടി?
എന്തിനൊക്കെയാണെന്ന് വിളിക്കണം ഒരു ജോലി. ആ ശ്യാമളേശ്വര കെട്ടിയോ ഡോക്ടർ ഇല്ലേ, അങ്ങേക്ക് ഇക്കിള്. അയാൾക്ക് ഇക്കിളിയെങ്കിൽ അത് അവര് തമ്മിൽ അറിഞ്ഞാ പോരെ, നമ്മളെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. ഇക്കിളിയല്ല, ഇക്കിള് ഇക്കിള്. ഓ, അതിന് വെള്ളം കുടിച്ചാ പോരെ. ഈ വെള്ളം കുടിച്ചിട്ടൊന്നും മാറുന്നില്ലാന്ന്. ഈ പെണ്ണും പിള്ളിക്കുന്നത് എന്തിന്റെ കുഴപ്പമാണ്? എന്ത് കുഴപ്പം അവിടെ ഉണ്ടായാലും ഉടനെ അയൽവക്കക്കാരെ വിളിച്ച് ശല്യം ചെയ്യും. എന്താ ശ്യാമളെ? ഓ, കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഓ അതെ, വെള്ളം കുടിച്ചല്ലോ. ഒരു കാര്യം ചെയ്യാം, മൂക്കും വായൊക്കെ ഒന്ന് പൊത്തിപ്പിടിച്ചൊരു 5 മിനിറ്റ് ശ്വാസം വിടാതെ നിൽക്കാൻ പറഞ്ഞൊക്കെ മാറും. അതിൽ മാറും. ഓ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറയും. ഞാൻ വരാം, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. എന്താ സ്വിച്ച് ഓഫ് ചെയ്യാത്തത്? അതെ, മന്മഥനെ വിളിച്ചായിരുന്നു ഞാൻ. അപ്പൊ പറഞ്ഞു ഒരു 5 മിനിറ്റ് ശ്വാസം വിടാതെ നിൽക്കാൻ പറഞ്ഞു. കൊല്ലാൻ വേണ്ടിട്ടാവും. അല്ല, അങ്ങനെ വെച്ചാ ഇത്തിരി വെള്ളം വായിൽ കൊണ്ടിട്ട് മൂക്ക് പൊത്തിപ്പിടിച്ചാ മതി, അപ്പൊ ഇക്കിള് മാറിക്കോളും. ചെയ്യാവോ? ചെയ്യാം. വെള്ളം കുടിക്കണോ? വെള്ളം ഇറക്കണ്ട, വായിൽ കൊണ്ടാ മതി, ഞാൻ ചെയ്തു തരാം. കുടിക്കല്ലേ? തുപ്പരുത്. ഇല്ല, ആയിട്ടില്ല, ഞാൻ പറയാം. ആയിട്ടില്ല. മൂക്ക് പൊത്തി പിടിച്ച് ശ്വാസം കിട്ടുവോ? സത്യേട്ടാ, അല്ല അത് പല ജാതിയും തിന്നേ. ഇപ്പൊ എന്താ വെച്ചിട്ടാ നമ്മള് ആളൊന്ന് കാണാം. വെള്ളം കുടിച്ചാൽ മാറാവുന്ന കേസല്ലേ ഉള്ളൂ. അത്രക്ക് തന്നെ ഉള്ള പക്ഷെ ചിലത് എങ്ങനെയാന്ന് പറയാം. ശ്യാമളെ എന്തോ ഒന്നിങ്ങോട്ട് വന്നാ. അതെ, ഞാൻ ആ 5 മിനിറ്റ് ശ്വാസം പിടിച്ച് നിൽക്കാൻ പറഞ്ഞ അത് ചെയ്ത് നോക്കിയില്ലേ? അതൊന്നും ചെയ്തിട്ട് ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ ഇരിക്കുക. അല്ല, ഇനിയിപ്പൊ അധികം വർത്താനം പറഞ്ഞ് കിടന്ന് കഴിച്ച് തിരേണ്ട. ഒരു കാര്യം ചെയ്യാനുള്ള വേഗം ഡോക്ടറുടെ അടുത്തേക്ക് എത്തി. ഞാൻ വണ്ടി വിളിച്ചിട്ട് വരാം. ആരോടെ പറയണേ? എന്തേ സത്യമായിട്ടും കേക്കുവോ? എന്താണ് ഹോസ്പിറ്റലിൽ പോലും മരുന്ന് കേൾക്കണതേ പുച്ച. അല്ല, ഇപ്പൊ ഈ ഡോക്ടറെ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? അതിന് സത്യമായിട്ടും PhD ഡോക്ടർ അല്ലേ? രോഗികളെ ചികിത്സിക്കുന്ന ആളാണോ? ഇതിപ്പോ ഓൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവാനുള്ള സാധ്യത ഇല്ലാച്ചാല് ഇന്ത്യയിൽ ഒരു മറുമരുന്നുണ്ട്. ഞാൻ അത് ഉപയോഗിക്കണോണ്ട് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഒരു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി തന്നാ മതി. എന്നാ കഴിക്കണ്ട. ഇതിന് മാറാത്തൊരു കേസായിട്ട് നിങ്ങൾ നോക്കണേ. നിങ്ങൾ ഇവിടെ ആരും വരണ്ട. ഇത് അങ്ങനെ ചികിത്സിക്കാൻ പറ്റിയതല്ല. ഞാൻ പോയാ മതി. ശ്യാമള കൂടെ ആരും വേണ്ട, ഞാൻ മതി. ഇവിടെ മാറിക്ക്. കോയക്കയ്ക്ക് വല്ലതും അറിയോ? പിന്നെ കോയക്ക നിസ്സാരക്കാരനൊന്നുമല്ല, നല്ല അനുഭവ സമ്പത്തുള്ള ആളാ. എങ്കി പിന്നെ ശരിയാവും. സത്യശീല ഓ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ചൂട് എല്ലാം ശരിയായി. എനിക്ക് ഓ എനിച്ചൂട് ഞാൻ സത്യ
സത്യശീല നോ എണിക്കണോ? മന്മത മന്മത ഒന്നും കൂടെ ഓടി വന്നേ. ഡോക്ടറെ കൊന്നു അയാള്. എന്താ സംഭവിച്ചേ? ഒന്ന് ഓടി വരാമോ? എന്താ? മന്മത, എന്താ? ശാലോ, ഓടി വാ. എന്താ കളിക്കാ? അതെ, ഞാനൊന്നും ചെയ്തില്ല. എന്താ കിടക്കണേ? നല്ലൊരു മനുഷ്യനെ എന്താ കാട്ടിന്റെ കോയക്ക? എന്താ സുലോചന ഈ പറഞ്ഞത്? ഞാൻ ഇപ്പോഴത്തെ കുട്ടികളെ എങ്ങനെ എക്കള് പറഞ്ഞ കുട്ടികളെ പെട്ടെന്ന് അങ്ങോട്ട് പേടിപ്പിച്ച് അതങ്ങോട്ട് മാറും. അതെ. അങ്ങനെ കാറ്റുള്ളൂ. ഇതിപ്പോ സത്യം പറ, എന്തെങ്കിലും ചെയ്തോ? ഇല്ല എന്റെ നമ്മള് ഇത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്താ പറയുന്നത്? അതൊന്ന് പിടിച്ചോ. ഡോക്ടറെ, മിണ്ടുന്നില്ല കോയ. ഡോക്ടറെ, ഇത്തിരി വെള്ളം തെളിക്കി ഡോക്ടറെ, ഡോക്ടറെ, സത്യേട്ടാ, ഡോക്ടറെ. സത്യശീല ആളടക്കറാക്കി എന്താ ഈ കാട്ടിന്റെ സത്യശീല ഈ നിങ്ങളെന്താ കാട്ടിയത്? വെറുതെ ആളെ പേടിപ്പിക്കാൻ വന്നിട്ട്. അല്ലടോ, ഈ കുട്ടികൾക്ക് എക്കള് വന്ന പെട്ടെന്ന് അങ്ങോട്ട് പേടിപ്പിച്ചത് മാറാറുണ്ടേ. അതല്ല ഞാന് കണ്ടോ സംഗതി ഇപ്പൊ എക്കള് മാറി. ശരിയാ. അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മറുമരുന്ന് ഉണ്ട് ഇതില്. ഞാനത് വിശ്വസിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു സംഗതി ഉണ്ടായില്ല. സമാധാനായി. ഞങ്ങളങ്ങോട്ട് അപ്പൊ സംഗതി മാറി. ശരി. എന്താത് ലോഹറ് വാങ്ങിക്കൊടുത്തു കൊണ്ടുവന്ന ഞാൻ അങ്ങോട്ട് മാറാറുണ്ട്. ഇനിയിപ്പോ അത് വലിയവർക്ക് പറ്റില്ലായിരിക്കും. അതൊക്കെ തിരി പിടിച്ചിട്ട് മൂക്കത്തൊന്നിട്ട് നോക്കിയാലോ? എന്ത് വിളക്കാം തിരിയൊക്കെ മൂക്കിലിട്ട് കത്തിക്കാന് അത് നടക്കില്ല. അതെ കോയക്ക മുത്തശ്ശി ഒരു സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താത്? നമുക്കിങ്ങനെ ഇക്കിള് വരുമ്പോ നമ്മളിങ്ങനെ മാറി നിന്നിട്ട് ഇക്കിള് ഞാനും കൂടെ അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ, ഇക്കിള് ഞാനും കൂടെ അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. ഇതൊരു 5 പ്രാവശ്യം നമ്മൾ നിർത്താതെ പറഞ്ഞാൽ മതി. ഇക്കിളങ്ങ് അക്കരെ പോകും. ഒന്ന് പറഞ്ഞു വെക്കണം. വേണ്ട. എന്നിട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഇത് നിർത്ത്. ഞാൻ പറഞ്ഞുതരാം. ഇക്കളും ഞാനും കൂടി അക്കരെ പോയി ഇക്കിളക്കരെ ഞാൻ ഇക്കരെ. മാറിയാലേ ചെലവില്ലാതെ മാറാലോ ഡോക്ടറെ. അതുകൊണ്ടാ ഒന്ന് പറഞ്ഞു വെക്കും. വെറുതെ പറഞ്ഞു. അതൊന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്താലും മാറും. അതെ, പഴയ ആൾക്കാരെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ അതെ. പറയും ഇക്കളും ഞാനും കൂടി. ഇക്കളും ഞാനും കൂടെ അക്കരെ പോയി ഇക്കളക്കരെ. ഇക്കള് അക്കരേന്ന് കഴിഞ്ഞിട്ട് നിക്കള് വന്നില്ലേ, അവിടെ ഇക്കരേന്ന് പറഞ്ഞു നോക്കി. അത് തന്നെ. ഇക്കളും ഞാനും കൂടെ അക്കരെ പോയി. ഇതിപ്പോ പകുതിക്കും കൂടി എത്തിയില്ല. എന്റെ ഡോക്ടറെ എങ്ങനെയെങ്കിലും ഇക്കിളൊന്ന് അക്കരെ കൊണ്ടിട്ടിട്ട് വാ. അക്കരെ എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പഴ ഓർത്തത്. അക്കരയിൽ ഒരു കുഞ്ഞാലി മുസ്ലിയാരുണ്ട്. ആ ചെങ്ങായിനെ കാണിച്ച ഈ ജാതി പണി പമ്പ കടത്തു. മുസ്ലിയാർ ശരിയാവില്ല. ഏ? മുസ്ലിയാർ ഇന്നാളൊക്കെ ഇവിടെ പലർക്കും വന്ന് ചികിത്സിച്ചിട്ട് അത് അവസാനം ഇടങ്ങാറായി. അങ്ങനൊന്നും വരില്ലല്ലോ. അല്ല അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് കുരുക്കള് വന്നാ ഇതെല്ലാം എന്താ പറഞ്ഞ കുരുമ കുരു എന്ന് പറഞ്ഞ മാതിരി എക്കളുടെ കൂടഞ്ഞിപ്പോ കുരുക്കളും കൂടി പൊന്തിയാണ് സ്ഥിതി എന്താണ്? നമ്മുടെ സുഗതം കുരുക്കള്. അത് ശരി, കുരുക്കള്. അതെ. ആ കുരുക്കളാന്ന് വിചാരിച്ചു ഞാൻ തളർന്നു. നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. എങ്കടാച്ചൊന്ന് കൊണ്ടായാലോ? ആശുപത്രിക്ക് ഒന്നും പോണ്ട. എന്താണ്? ആശുപത്രി പോയി കഴിഞ്ഞാൽ അവര് എക്സ്റേ എടുക്കും, സ്കാനിങ് എടുക്കും. ആയിക്കോട്ടെ, എടുത്തോട്ടെ. അതിന്റെ കിരണങ്ങളൊക്കെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ അത് ക്യാൻസറിന് കാരണമാകും. സത്യമായിട്ട് അതൊക്കെ അന്ധവിശ്വാസമല്ലേ? അതെ. എന്നെ പഠിപ്പിക്കാം. എന്തായാലും ഡോക്ടർ ആശുപത്രിയിലോട്ട് വരില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുരുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? എന്നാ പിന്നെ ആലോചിക്കണ്ട. എന്നെ തന്നെ ആളങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ വിളിക്കാം. ഒരുപാട് രോഗികൾ നമ്മെ കാണാൻ അവിടെ ഉണ്ട്. ശരി. പക്ഷെ മന്മഥനൊരു കാര്യം വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ വരാതിരിക്ക? വർഷങ്ങളായിട്ട് നമ്മുടെ ചികിത്സയിൽ കഴിയുന്ന ഒരാളാണ് മന്മഥനെ. ഇപ്പോഴും ഭേദമായില്ലേ? കുറവുണ്ട്, നല്ല കുറവുണ്ട്. ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ശരി. പിന്നെ ഈ നാടൻ ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ മാറുള്ളൂ. അത് അത്രേ ഉള്ളൂ. ഇപ്പൊ ആർക്കും എന്താ അസുഖം? എന്റെ ഭർത്താവിന് എന്താ ഇപ്പൊ സംഭവം? നിക്കാതെ ഇങ്ങനെ എക്കള് വന്നോണ്ടിരിക്കുക. എന്ത് എക്കട്ട് നിക്ക. എക്കളാന്ന് നിങ്ങളങ്ങോട്ട് തീരുമാനിക്കുക. അല്ല പിന്നെന്തിനാ നോനെങ്ങോട്ട് വിളിച്ചേ? അല്ല ആളിന്റെ ഉള്ളിൽ നിന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ശബ്ദം പറഞ്ഞിട്ടുണ്ട്. എന്റെ കണക്കില് ഇത് കുടൽച്ചുമയാവാനാണ് സാധ്യത. അല്ലേ ഉണ്ണിയെ? ആരോടാ ഈ പറയണേ? കുടൽച്ചുമ തന്നെ ഒന്ന് വരണ കുറച്ചൊരു ചുമ. ഇത് മാറണ അസുഖമാണ്. നിശാലം ഈ ചെറു അടലോടകവും ചെറു ഉള്ളിയും സമം ചേർത്തങ്ങിട്ട് അരയ്ക്കാം. എന്നിട്ട് അതിന്റെ നീരിങ്ങോട്ട് പിഴിഞ്ഞെടുത്ത് ഒരു 1/2 ഔൺസ് കഴിച്ചാൽ അവിടെ നിൽക്കും. പേടിക്കാനൊന്നുമില്ല. ആളങ്ങോട്ട് കൊണ്ടാ.
ഗുരുക്കളിങ്ങനെ ചിരിച്ചു കഴിഞ്ഞുണ്ടല്ലോ അസുഖം മാറും ഉറപ്പാ. അത് ശരി. വേഗം വിളിക്കാ രോഗിനെ, കുറെ തിരക്കണ്ടേ. അതാ ഈ ചിരിച്ച് കാര്യം നടത്താ പറയുന്നില്ലേ? ഒന്ന് നോക്കാനാണേ, ഒന്ന് നോക്കാനാണ് സത്യ. ഒന്ന് നോക്ക്. അതെ സത്യമായിട്ട് ഒന്ന് അനങ്ങാതിരിക്കുന്നു. നോക്കട്ടെ. മക്കളൊന്ന് പോവാനാണ്. നോക്കട്ടെ, ഒന്നുകൂടി ഇത് കുടച്ചുമയല്ല, ഇക്കിളാണ്. അപ്പൊ അതിനല്ലേ ഞാനും പറഞ്ഞു മക്കളാണ്. ഇത് മറ്റേ വായു കുടുങ്ങിയതാണ്. അതെനിക്കറിയാം. അതെ, ഈ വായു യഥാർത്ഥത്തിൽ പോണ്ട സ്ഥലത്ത് കൂടെ പോണില്ല, അതാ പ്രശ്നം. അല്ല, അപ്പൊ അത്ര നിസ്സാര കാര്യത്തിനെ ഇപ്പൊ കുരുക്കളെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചായി. അല്ല, അപ്പൊ ഇതായിരുന്നു വെച്ചിപ്പോ ഞങ്ങളാരെങ്കിലും അങ്ങോട്ട് കളഞ്ഞാ മതിയായിരുന്നു അല്ലേ? എങ്ങനെ? അല്ല, ഞങ്ങളെങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ട് കളഞ്ഞാ മതി. എങ്ങനെ കളയുന്ന? ആളെ കമത്തി കിടത്തി അമത്തിയാ പോവില്ല, അതിന് മരുന്ന് കൊടുക്കണം. അത് ശരി. മരുന്ന് വെച്ചാൽ ഇയാളൊന്ന് പറയാൻ സമ്മതിക്കുക, ചെരിഞ്ഞു കിടക്കുക. ഈ വാശിയാണ് അസുഖത്തിന് കൂടുതൽ കാരണം. കിടക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസും ഇത്തിരി വെള്ളം കൂടി എടുക്കാം. ആ സാധനം കൂടി എടുക്കാം. ആ ജാതി പരിപാടി ഒന്നും ഇവിടെ പറ്റൂല. എന്ത് അതല്ലേ, ഇത് മരുന്നുണ്ടാക്കാൻ വേണ്ടി അതിനാണ് ഒരു സ്പൂൺ കൊടുക്കാം. ഒരു സ്പൂൺ കേട്ടോ. ഒരു സ്പൂൺ എടുത്താലോ? കറുത്ത മുട്ടനാടിന്റെ കൊമ്പ് അത് കഴിക്കാം, എന്നിട്ട് അങ്ങോട്ട് പൊടിക്കാം, എന്നിട്ട് ഈ വെള്ളത്തിൽ അങ്ങോട്ട് കലക്കിയിട്ട് കൊടുക്കുക. അല്ല, ഇപ്പൊ ഈ ഗ്ലാസും വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ കറുത്ത മുട്ടനാടിനെ എവിടെ നിന്ന് കിട്ടുന്നത്? അത് സാധാരണക്കാർക്ക് കിട്ടില്ല എന്ന് നമുക്കറിയാലോ. കരിച്ച കൊമ്പ് കൊടുക്കുന്നുണ്ട്. വല്ലത് മനസ്സിലായോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അളിയുൽ അളീം. അനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. ആയമാര് തന്നെ കുയ്യ സാധനം അങ്ങോട്ട് കൊടുക്ക്. ഒരു സമയത്ത് ആവശ്യമുള്ളത് പറയാ. ഇത് ആ, ഒരു വെള്ളം വേണ്ട. അത്ര വേണ്ട അല്ലേ? ഇങ്ങനെ ഭസ്മാക്കിണ്ടാവും. എന്തിനാ അതൊക്കെ? മരുന്നല്ലേ? അത് നിങ്ങളെ കുറിച്ചുള്ളൂ, എനിക്ക് വേണ്ട. നാടൻ ചികിത്സയാണ്, ഒരു പേടിയും പേടിക്കണ്ട. അതങ്ങോട്ട് കുടിക്കുക. ഈ എക്കണ കൊണ്ട് തന്നെ നടക്കാൻ പറ്റൂലല്ലോ. വാശി നന്നല്ല. എന്തൊക്കെ പറഞ്ഞോളൂ. ഇല്ലടോ, ഇപ്പൊ താൻ പറഞ്ഞ എത്ര മരുന്ന് ഞാൻ വിശ്വസിച്ച് കഴിച്ചില്ല. ഒരാളെ അംഗീകരിക്കുക, തൊണ്ടിയിൽ പൂർന്നു കൊടുത്തേ. അതങ്ങോട്ട് കുടിക്കുക. ഒന്നര വയസ്സായ കുട്ടിയല്ലേ മുഖം പിടിക്കാം. വാശിയാണ്, വാശി നാശ. അത് പാടില്ല കേട്ടോ. ഇപ്പൊ അതിന്റെ ഫലം കണ്ടു തുടങ്ങും. ഒരു പേടിയും പേടിക്കണ്ട. ഇതൊക്കെ എത്ര കണ്ടെങ്കിൽ തുടങ്ങി. അയ്യോ, പേടിക്കണ്ട. അയ്യോ, അതൊക്കെ അതിന്റെ ഒരു ഉണ്ണിയെ, ഇതിപ്പോ എന്താ ഇങ്ങനെ സംഭവിച്ചേ? സാധാരണ ആട്ടുംകും പരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കാണാറില്ലല്ലോ. ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. അല്ല, നീ പൊടി അലമാരുടെ താഴത്തറിയുന്നല്ലേ എടുത്തേ? അല്ലല്ലോ. പിന്നെ മോൾത്തറിയുന്ന. ഈശ്വര, പണി പാളി, വിട്ടോടാ. സത്യശീലം വേണേ. സുഗതം ഗുരു